നവീകരിച്ച എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ ചോർച്ച. ഇന്നലെ രാത്രി പെയ്ത മഴയിലാണ് ചോർച്ച കണ്ടെത്തിയത്. രാജ്യാന്തര നിലവാരത്തിൽ സ്പോൺസറും GCയുടെയും പുതുക്കിപ്പണിത ഒരു സ്റ്റേഡിയമാണിത്. നിതിൻ സേവിയർ വിവരങ്ങൾ നൽകും. നിതിൻ, എന്തൊക്കെ ബഹളങ്ങളാണ് ഈ സ്റ്റേഡിയത്തിന്റെ പേര് നമ്മൾ കണ്ടത്? സ്റ്റേഡിയം പുതുക്കി പണിയുന്നു, മെസ്സി വരുന്നു, സ്റ്റേഡിയത്തിന്റെ പണം മുഴുവൻ നഷ്ടമായാലും കുഴപ്പമില്ല എന്ന് സ്പോൺസർ, അങ്ങനെ വലിയ ബഹളങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇതാ ഒടുവിൽ ഈ കാഴ്ച കൂടെ കാണുകയാണ്. ഈ പെരുമഴ അകത്തേക്ക് ഒലിക്കുന്നത് പോലെ തന്നെയാണ്. ഒരു ചോർച്ച എന്നൊന്നും പറയേണ്ടതില്ല, അതിനൊരു വലിയ രീതിയിലൊരു മുഴുവൻ ഒരു മഴ ഒലിച്ചു വരുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇതാണോ ഇത്രയും കോടികൾ മുടക്കി ഇത്രയും കാലം അടച്ചിട്ട് നടത്തിയ നിർമ്മാണ പ്രവർത്തനം? മെസ്സി വരുമെന്ന് പറഞ്ഞാണ് കലൂർ സ്റ്റേഡിയം നവീകരിച്ചത്. കോടികൾ മുടക്കിയാണ് നവീകരിച്ചത്. ഇതിന്റെ കണക്കുകളൊന്നും ഇതുവരെ GCDയോ സ്പോൺസറോ പുറത്തുവിട്ടിട്ടുമില്ല. അത് ഉടൻ പുറത്തുവിടുമെന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച GCDA ചെയർമാൻ പറഞ്ഞിരുന്നത്. ഏതായാലും ഇന്നലെ രാത്രി പെയ്ത മഴയിലാണ് ഇങ്ങനെ വലിയ തോതിൽ സ്റ്റേഡിയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചോർച്ചയുള്ളതായി കണ്ടെത്തിയത്. ഇന്നലെ രാത്രി സ്റ്റേഡിയത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ISLന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഇവിടെ എത്തിയ തൊഴിലാളികളാണ് ഇത്തരത്തിൽ ഈ സ്റ്റേഡിയം ചോർന്നൊലിക്കുന്നത് കണ്ടത്. ഇവിടെ ആളുകൾ ഇരിക്കുന്ന ഭാഗത്തടക്കം വലിയ തോതിൽ ഇത്തരത്തിൽ വെള്ളം പുറത്തേക്ക് വരുന്നത്, ഈ പുതിയ റൂഫിങ്ങിന്റെ ഇടയിൽ കൂടി വെള്ളം പുറത്തേക്ക് വരുന്നത് കണ്ടിട്ടുണ്ട്. ഇതിന്റെ മേൽക്കൂര അടക്കം പുതിയതായി നിർമ്മിച്ചവയാണ്. ഇത് പൂർണ്ണമായും മാറ്റി പുതിയതാക്കിയതാണെന്നാണ് GCDA പറഞ്ഞിരുന്നത്. അതിനിടയിൽ കൂടിയാണ് ഇത്തരത്തിൽ വലിയ തോതിൽ വെള്ളം വീഴുന്നത്. വളരെ ശക്തമായി തന്നെ, ചെറിയ ചോർച്ചയല്ല, ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വലിയ ശക്തമായ രീതിയിൽ തന്നെയാണ് ഈ വെള്ളം ഈ സ്റ്റേഡിയത്തിനകത്തേക്ക് പതിക്കുന്നത്. അപ്പോൾ ഇന്നാണ് ISL മത്സരം നടക്കുക ഈ സ്റ്റേഡിയത്തിൽ. അപ്പോൾ ഈ കാണികളൊക്കെ ഉള്ള സമയമാണെങ്കിൽ അത് വലിയ തോതിൽ കാണികൾക്കടക്കം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും കോടികൾ ചെലവിട്ട് നവീകരിച്ച, വലിയ തോതിൽ വിവാദമായ, വലിയ വാർത്തയായ, വലിയ വീരവാദങ്ങളും ഒക്കെ നമ്മൾ കേട്ട ഒരു നവീകരണമായിരുന്നു ഈ സ്റ്റേഡിയത്തിന്റെ. ആ സ്റ്റേഡിയത്തിന്റെ പണി പൂർത്തിയാകുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ തോതിൽ മഴ പെയ്യുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഈ സ്റ്റേഡിയത്തിൽ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇനി ബാക്കിയുണ്ടെന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ജിൽസി, തീർച്ചയായിട്ടും ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് കൂടെ അറിയാൻ കിടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ചെറിയ മഴ പെയ്തപ്പോഴേക്കും വെള്ളം കുത്തി ഒലിച്ച് മുഴുവൻ സ്റ്റേഡിയത്തിനകത്തേക്ക് വരുന്നതാണ് കാണുന്നത്. എന്തായാലും